ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നോട്ടൊരു ഫാന്റസി കൊറിയൻ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യാം. വൺ ലൈൻ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നേരെ കഥയിലോട്ട് പോവാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏഷ്യന്റെ കാലത്ത് ഒരു വാറാണ് കാണിക്കുന്നത്. ആ ഒരു വാർ മുന്നിൽ നിന്ന് നടത്തുന്നത് ജനറൽ ആയിട്ടുള്ള നമ്മുടെ നായകൻ ദോഹയാണ്. ഹീറോ ആണെങ്കിൽ വാറില് ഓപ്പോസിറ്റ് നിൽക്കുന്ന ജനറലിനെ അമ്പെയ്ത് വീട്ടുന്നുണ്ട്. ആ ഓപ്പോസിറ്റ് നിന്ന ജനറൽ വേറെ ആരുമല്ല, നമ്മളെ ഹീറോയിനായ ഹാനയുടെ അച്ഛനായിരുന്നു. ഹാനയുടെ അച്ഛനും മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കൊല്ലാൻ വേണ്ടി ദോഹ ഓർഡർ ഇടുന്നുണ്ട്. ദോഹയുടെ ഓർഡറും കൊണ്ടുവന്ന പട്ടാളക്കാരുടെ കയ്യിൽ നിന്ന് ഹാനയുടെ അമ്മ അവളെ ഒളിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഹാനയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അവളുടെ അമ്മയെയും ബന്ധുവിനെയും ദോഹ തൂക്കിലേറ്റുന്നത്. ഉറപ്പായിട്ടും ദോഹയുടെ പ്രതികാരം ചെയ്യുമെന്നുള്ള തീരുമാനം ഹാന എടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഹാന ദോഹയുമായി പ്രണയത്തിലാവുന്നുണ്ട്. റെഡ് മൂൺ ഉള്ളൊരു ദിവസം അവനെ അവള് കഴുത്തറുത്ത് കൊല്ലുന്നുണ്ട്. പ്രണയത്തിലൂടെ ദോഹയെ ഹാന കഴുത്തറുത്ത് കൊന്നതുകൊണ്ട് ദോഹയുടെ ആത്മാവിന് ആഫ്റ്റർ ലൈഫിലോട്ട് പോകാൻ പറ്റുന്നില്ല. ദോഹയെ കൊന്നിട്ട് ഹാന അവിടെ ഓടി പോകുമ്പോ ദോഹയുടെ ആത്മാവാണെങ്കിൽ നീ എവിടെ പോയാലും ഉറപ്പായിട്ട് ഞാൻ നിന്നെ പിന്തുടർന്ന് വരുമെന്ന് പറയുന്നുണ്ട്. ദോഹയെ കൊന്നതിന് ശേഷം ഹാന ഒരുപാട് പേടിക്കുന്നുണ്ട്. അവൾ അവിടെ നിന്ന് ഓടിപ്പോയി ഒരു കുളത്തിൽ ചാടുന്നുണ്ട്. അടുത്ത സീനിൽ പ്രസന്റില് ഈ നടന്ന കാര്യങ്ങളെല്ലാം സ്വപ്നം കാണുന്ന യൂറിയാണ് കാണിക്കുന്നത്. യൂറി ഇടയ്ക്കിടയ്ക്ക് ഇതെടുത്ത സ്വപ്നങ്ങൾ കാണാറുണ്ട്. പക്ഷെ കണ്ണു തുറന്നാൽ അവൾക്ക് അതിനെക്കുറിച്ച് ഒരു ഓർമ്മയും കാണത്തില്ല. എന്നാൽ ആ സ്വപ്നം കണ്ടു കഴിയുമ്പോൾ അവൾക്ക് ബോഡി ഫുള്ള് പെയിൻ എടുക്കാൻ തുടങ്ങും. കണ്ണാടിയുടെ മുന്നിൽ പോയി മുഖം കരുവിട്ട് അർജന്റായിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടേ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്കും ഏതോ ഒരു ബിൽഡിങ്ങിൽ തീ പിടിച്ചെന്നും പറഞ്ഞ ഫയർഫോഴ്സിലോട്ട് കോള് വരുന്നുണ്ട്. നമ്മളെ യൂറി ഒരു ഫയർ ഫൈറ്റർ ആണ്. അവിടെ ചെന്ന് നോക്കിയാൽ ആ ബിൽഡിംഗ് മൊത്തത്തിൽ തീ പിടിച്ചിട്ടുണ്ട്. എല്ലാരും പുറത്തിറങ്ങിയെങ്കിലും ഒരാൾ മാത്രം അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാരും കൂടെ അകത്ത് കയറുമ്പോൾ നമ്മളെ ഹീറോയിൻ പെട്ടെന്നൊരു പട്ടി കുരയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അവൾ അവിടെ പോയി നോക്കാൻ നേരം എനിക്ക് കണ്ടുപിടിക്കാൻ വന്ന ആള് ബോധം കെട്ടി കിടക്കുന്നത്. ഹീറോയിൻ ആ പട്ടിയെയും അയാളെയും പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അയാൾക്കും ആ ഡോഗിനും ബോധമില്ല. അവരുടെ ടീമെല്ലാം കൂടെ ചേർന്ന് അയാൾക്ക് നന്നായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ ആ ഒരു ഡോഗിന് ജീവൻ കൊണ്ടുവരാൻ വേണ്ടി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് രണ്ടുപേർക്കും ജീവൻ വരുന്നുണ്ട്. അയാളാണെങ്കിൽ ഹീറോയിനോട് ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഡോഗിന്റെയും ജീവൻ രക്ഷിച്ചുകൊണ്ട് യൂറിയുടെ ധൈര്യത്തിന് അവരെല്ലാം ഒരുപാട് പ്രശംസിക്കുന്നുണ്ട്. ആ ഒരു ഇൻസിഡന്റിന് ശേഷം നമ്മളെ യൂറി നന്നായിട്ട് ഫേമസ് ആവുന്നുണ്ട്. വർക്കൊക്കെ കഴിഞ്ഞ് അവള് മെട്രോയിൽ പോകാൻ നേരം ഒരു സീറ്റ് കയറി ഇരുന്ന് അവിടെ ഇരുന്ന് ഉറങ്ങി തൊട്ടടുത്തിരിക്കുന്ന സന്യാസിയുടെ തോളി വീഴുന്നുണ്ട്. ആ സന്യാസിയാണെങ്കിലും അവളെ ഒന്നും പറയുന്നില്ല. പെട്ടെന്നാണ് ആ സന്യാസിക്ക് എന്തോ ഒരു എനർജി അവരുടെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്യുന്ന എനിക്ക് തോന്നിയത്. അങ്ങനെ യൂറി അവളുടെ സ്റ്റേഷനിൽ ഇറങ്ങുന്നുണ്ട്. ബാഗ് ചെക്ക് ചെയ്യാൻ നേരം അവളുടെ ഫോൺ കാണുന്നില്ല. മെട്രോയിൽ വെച്ച് മറന്ന മുന്നേ തിരിച്ചെടുക്കാൻ പോകുമ്പോഴത്തേക്കും ആ സന്യാസി ആ ഫോണും കൊണ്ട് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ സന്യാസി യൂറി ഒന്ന് നോക്കിയിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അപ്പൊ ടിവിയിലാണെങ്കിൽ യൂറി ആ മനുഷ്യനെ പട്ടീനെ രക്ഷിച്ച ന്യൂസ് പോകുന്നുണ്ട്. ചിലപ്പോ നിങ്ങൾ എന്നെ ന്യൂസ് കണ്ടുകാണോന്ന് പറഞ്ഞ യൂറി അവിടുന്ന് ഫോൺ വാങ്ങി തിരിച്ചു പോകാൻ നേരം അവളുടെ പുറകെ ഒരു എനർജി പോകുന്ന കണക്ക് സന്യാസിക്ക് തോന്നുന്നുണ്ട്. അപ്പോഴാണ് സന്യാസി ഒരു കാര്യം ആലോചിക്കുന്നത്. സന്യാസി കുഞ്ഞായിരുന്ന സമയത്ത് അവരുടെ ആശ്രമത്തിലേക്ക് ഒരച്ഛനും മോളും വന്നായിരുന്നു. ആ കുഞ്ഞി സന്യാസി നിൽക്കാൻ നേരം ആ പെൺകുട്ടിയിലെ നിഴലിന് പകരം അവിടെ ഒരു ആത്മാവിന്റെ നിഴലാണ് കാണുന്നത്. ആ പെൺകുട്ടി വേറെ ആരും അല്ലായിരുന്നു, നമ്മളെ യൂറിയായിരുന്നു. കുഞ്ഞു സന്യാസി അവക്കൊരു മാല കൊടുക്കുന്നുണ്ട്. ഇതറിഞ്ഞ അവന്റെ ഗുരു അവനെ വാൺ ചെയ്യുന്നുണ്ട്. ദാ നോക്ക്, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഈ പെൺകുട്ടിയുടെ പുറകെ ഒരാത്മാവുണ്ട്. അവൾ മുൻജന്മത്തിൽ ചെയ്ത എന്തൊരു പാപത്തിന്റെ ഫലമായിട്ടാണ് ആ ആത്മാവ് അവളുടെ കൂടെ കൂടിയിരിക്കുന്നത്. ഭാവിയിൽ നിനക്ക് അവളെ കാണേണ്ട സാഹചര്യം വന്നാൽ ഉറപ്പായിട്ട് നീ അവളെ അവോയ്ഡ് ചെയ്യണം. അതാണ് നിനക്ക് നല്ലത്. അവന്റെ ഗുരു പറഞ്ഞതെല്ലാം ഓർത്തെടുത്ത സന്യാസി നമ്മളെ യൂറിയെ നോക്കുന്നുണ്ടെങ്കിലും അവളെങ്ങും കാണുന്നില്ല. അവൾ ഓൾറെഡി അവിടുന്ന് പോയിരുന്നു. ആക്ച്വലി ഇന്ന് ഹാന ദോഹയെ കൊല്ലുന്നത് കൊണ്ട് ദോഹയുടെ ആത്മാവിന് സ്വർഗത്തിലോട്ടോ നരകത്തിലോട്ടോ പോകാൻ പറ്റാതെ ഹാനയുടെ എല്ലാ ജന്മത്തിലും അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മളെ യൂറി പിന്നെയും അവളുടെ മുൻ ജന്മത്തിന്റെ സ്വപ്നം കാണുന്നുണ്ട്. അതിൽ ഹാനയും ദോഹയും വളരെ സ്നേഹത്തോടെയാണ് ജീവിച്ചിരുന്നത്. പെട്ടെന്ന് എന്തിനായിരിക്കും ഹാന ദോഹയെ കൊന്നത്? അതൊരു പ്രതികാരം മാത്രമാണോ? അതിന് പിന്നെ എന്തെങ്കിലും കഥയുണ്ടോന്ന് ഇനി ഈ സീരീസ് മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ആ സ്വപ്നം കണ്ട് പേടിച്ച യൂറി പെട്ടെന്ന് കണ്ണുറക്കുന്നുണ്ട്. അവൾ കണ്ണു തുറന്ന അവൾ കണ്ട സ്വപ്നത്തെക്കുറിച്ച് അവൾക്കൊന്നും ഓർമ്മ വരുത്തില്ല. അടുത്ത സീനില് നമ്മളെ യൂറി രക്ഷിച്ച ആ അങ്കിള് അവളെ കാണാൻ വേണ്ടി ഓഫീസിലോട്ട് വരുന്നുണ്ട്. മോളെ, നീ കാരണം ഞാനും എന്റെ ഡോഗും ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് ഞാൻ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തേ പറ്റത്തുള്ളെന്നും തന്നെ ആ അങ്കിള് നമ്മളെ യൂറിക്ക് ഒരു എന്റർടൈൻമെന്റ് കമ്പനിയുടെ കാർഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. നോക്ക്, എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ഇവിടെ ചെന്നാൽ മതി എന്നും പറഞ്ഞ് അങ്കിൾ അവിടുന്ന് പോകുന്നുണ്ട്. അടുത്ത സീനില് ആ എന്റർടൈൻമെന്റ് കമ്പനിയാണ് കാണിക്കുന്നുണ്ട്. അവിടുത്തെ സിഒയുടെ പേര് പാർക്ക്, ഇവന്റെ പേരാണ് ജുൻഹോ. ആ ഒരു കമ്പനിന് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ഉണ്ട്. അതിലൊരാളാണ് ജുൻഹോ. ഇവനെ കുറിച്ച് പറയാനാണെങ്കിൽ ചെക്കൻ ഭയങ്കര ലുക്കും ആണ്, ഫേമസും ആണ്, ഒരുപാട് ഫാൻസും ഉണ്ട്. ഈ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയത്തില്ല, അതുപോലാണ് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ. ഇവിടെ ജുൻഹോ ആണെങ്കിൽ ഒരു ആഡില് ആക്ട് ചെയ്തോണ്ടിരിക്കണം. നമ്മളെ യൂറിയ അവരെല്ലാം രക്ഷിച്ചില്ല, അതിനെ ബേസ് ചെയ്തെടുക്കുന്ന ആഡാണ്. അതിലൊരു കൊച്ചുകുട്ടിയെ ജുൻഹോ രക്ഷിക്കുന്നതാണ് കാണാൻ. ആ ഒരു സീൻ വരുമ്പോൾ ജുൻഹോ കുഞ്ഞിനെ പൊക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് പറ്റുന്നില്ല. എന്താ ഈ കുഞ്ഞുങ്ങൾക്ക് ഇത്ര വെയിറ്റ് ആയിട്ടിരിക്കുന്നത്? ഡയറക്ടറിന്റെ അടുത്ത് നിന്നിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്.
എന്നെ കൊണ്ട് ഇത്രയും വെയിറ്റുള്ള കൊച്ചിനെ ഒന്നും വെക്കാൻ പറ്റില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഡൂപ്പിനെ വെച്ച് ഈ സീനിങ് എടുക്കാൻ പറഞ്ഞിട്ട് ജുൻഹോ അവിടുന്ന് പോകുന്നുണ്ട്. ആക്ച്വലി ചെക്കന്റെ ക്യാരക്ടർ എന്താന്ന് വെച്ചാൽ മെനക്കിടുന്ന പണിയൊന്നും ഇവനെ കിട്ടത്തില്ല. അതെല്ലാം ഡൂപ്പിനെ കൊണ്ടങ്ങ് ചെയ്യിപ്പിക്കണം. നല്ല ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ജുൻഹോയുടെ. ജുൻഹോ അവിടെ നിന്ന് ഇറങ്ങി നേരെ അവന്റെ ഗേൾഫ്രണ്ടിനെ കാണാനാണ് പോകുന്നത്. അങ്ങനെ അവരുടെ ഡേറ്റിങ്ങിന് പോകുമ്പോ അവൻ ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് അവന്റെ ഫാൻസ് എവിടെ പോയാലും ജുൻഹോയെ ഐഡന്റിഫൈ ചെയ്യും. ഇതാ നോക്ക്, ഇത്രയും വലിയ സെലിബ്രിറ്റി കാഷ്വലായിട്ട് വന്ന് ഗേൾഫ്രണ്ടിനെ ടീം മേടിച്ചോണ്ട് പോകുന്നു പറഞ്ഞാൽ അവരിങ്ങനെ പൊക്കുമ്പം നമ്മളെ ചെക്കനത് മൈൻഡ് ചെയ്യാറില്ല. അവന് പബ്ലിസിറ്റി ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അവന്റെ ഗേൾഫ്രണ്ടിന്. അവന് ഗേൾഫ്രണ്ടിന് പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഇഷ്ടമല്ല. അവരുടെ റിലേഷൻ സീക്രറ്റ് ആയിട്ട് വെക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. ജുൻഹോ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ചെയ്യുന്നത് ആ പെണ്ണിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ജുൻഹോയോട് ആ പെണ്ണിന് ചെറിയൊരു ഇഷ്ടക്കേട് വരുന്നുണ്ട്. ജുൻഹോയ്ക്ക് ആ പെണ്ണെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ അവരെ റിലേഷൻ ആയിട്ട് 300 ദിവസമാവെന്നും പറഞ്ഞ് കുറെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി അവളെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. പോകുന്ന വഴിക്ക് നമ്മൾ ജുൻഹോയുടെ ഒരു പോസ്റ്റർ വെച്ചേക്കുന്നുണ്ടുണ്ട്. അവൻ അതിന്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ നേരം പെട്ടെന്ന് ലിഫ്റ്റ് തുറന്ന് ഒരു ആക്ടർ അങ്ങോട്ട് വരുന്നുണ്ട്. ഇവന്റെ പേര് കിം. കിമ്മും ആ ഒരു എന്റർടൈൻമെന്റ് കമ്പനിയിലെ ഒരു ആക്ടറാണ്. അത് മാത്രമല്ല നമ്മുടെ ജുൻഹോയുടെ ഗേൾഫ്രണ്ടും അവിടുത്തെ ഒരു ആക്ട്രസ് ആണ്. കിം ആണെങ്കിൽ നീ അറിഞ്ഞായിരുന്നോ, കുറച്ചുനാൾ കഴിയുമ്പോൾ ഒരു ഹിസ്റ്റോറിക് ഡ്രാമ വരാൻ പോവാ. അതിലെ ഹീറോ ഞാനും ഹീറോയിൻ നിന്റെ ഗേൾഫ്രണ്ടുവാ. ജുൻഹോ ഈ കാര്യം ഇപ്പോഴാ അറിയുന്നത്. നിന്റെ കൂടെ എന്റെ ഗേൾഫ്രണ്ട് ആക്ട് ചെയ്യാണ്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞ ജുൻഹോ അവന്റെ ബ്രദറിനെ കാണാൻ പോകുന്നുണ്ട്. ജുൻഹോയുടെ ബ്രദർ വേറെ ആരുമല്ല, സിഇഒ പാർക്കാണ്. ചേട്ടാ, ഞാൻ ഹിസ്റ്റോറിക് ഡ്രാമയൊക്കെ അടിപൊളി ആക്ട് ചെയ്യും. ആ പരട്ട കിമിന് പകരം എന്നെ അതിൽ ഹീറോ ആക്കാവോ? അത് നടക്കത്തില്ല മോനെ. വേറൊന്നും കൊണ്ടല്ല, ആ ഫയർ ഫൈറ്ററിന്റെ ആഡ് പോലും നീ മര്യാദക്ക് ചെയ്തില്ല. അതിനെക്കാട്ടി റിസ്ക് ഉള്ളതാണ് ഈ ഹിസ്റ്റോറിക് ഡ്രാമ. സോ അതുകൊണ്ട് ആ ഒരു പരിപാടി നടക്കത്തില്ല. എന്തോ ചേട്ടാ നിങ്ങൾ ഇങ്ങനെ പറയുന്ന? ഞാൻ നിങ്ങൾ അനിയനല്ലേ? നിങ്ങൾക്ക് പകരം ആ മിൻഹോ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഈ വേഷം എനിക്ക് തന്നാനെ. അത് കേട്ടതും ജുൻഹോയുടെ ബ്രദറിന് നന്നായിട്ട് ഫീൽ ആവുന്നു. ജുൻഹോ അവിടുന്ന് പോയതിനു ശേഷം പാർക്ക് സെക്രട്ടറിയെ വിളിച്ച് മിൻഹോയെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോന്ന് തിരക്കുന്നുണ്ട്. ഈ മിൻഹോ ആണ് ആ കമ്പനിയുടെ ഒറിജിനൽ സിഇഒ. ഈ മിൻഹോ എന്ന് പറയുന്നത് നമ്മുടെ യൂറോ രക്ഷിച്ച ആ അങ്കിളില്ലേ, ആ അങ്കിളാണ് മിൻഹോ. എന്തിനായിരിക്കും അങ്കിള് ഇത്രയും വലിയൊരു കമ്പനി ഉപേക്ഷിച്ചിട്ട് ഒരു സാധാരണ ജീവിതം ലീഡ് ചെയ്യുന്ന? എന്തെങ്കിലുമൊക്കെ മിസ്റ്ററി കാണുമായിരിക്കും. അതിന് ഈ സീരീസ് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം. ഇവിടെ ജുൻഹോ ആണെങ്കിൽ അവന്റെ ഗേൾഫ്രണ്ടുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം. ജുൻഹോ പെണ്ണിനോട് നമ്മൾ ലവ് ചെയ്യാൻ തുടങ്ങിയിട്ട് 300 ദിവസം, അത് നല്ല ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറയുമ്പം ആ പെണ്ണ എനിക്ക് ശരിയാ, ഞാൻ ആദ്യമായിട്ടാ ഒരാളുമായിട്ട് ഇത്രയും നാളത്തെ റിലേഷൻഷിപ്പ് ഇരിക്കുന്ന. ജുൻഹോ ആണെങ്കിൽ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അവനും അതെനിക്ക് ചൈൽഡിഷ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പെണ്ണും അത് കേട്ടിട്ട് അവനെ പിടിച്ചിരുത്തി അവന്റെ കാവലിലോ ഒരു കിസ് കൊടുക്കുന്നുണ്ട്. അവളും അവനെ കുട്ടികളെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആ കിസ് കിട്ടിയതും ജുൻഹോ ഒരുപാട് ഹാപ്പി ആയിട്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവൻ ഉറങ്ങിയതും നിന്നെ പോലെ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരാള് എനിക്ക് സെറ്റ് ആവത്തില്ല, നമുക്ക് രണ്ടുപേർക്കും ബ്രേക്കപ്പ് ചെയ്യാന്നും പറഞ്ഞ് ഒരു നോട്ട് എഴുതി അവന്റെ നെറ്റിയിൽ ഒട്ടിച്ചിട്ട് അവൾ ആ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ ജുൻഹോയുടെ അസിസ്റ്റന്റ് അവനെ കാണാൻ വേണ്ടി വീട്ടിലോട്ട് വരുന്നുണ്ട്. അവൻ വീട്ടിൽ വന്ന് നോക്കുന്ന നേരം ജുൻഹോ ഉറങ്ങി കിടക്കുന്ന അവന്റെ നെറ്റിലാണെങ്കിൽ ആ ലവർ പെണ്ണ് ഒട്ടിച്ചേക്കുന്ന സ്റ്റിക്കിനൊട്ട് കണ്ട് അവൻ ഷോക്ക് ആവുന്നുണ്ട്. ജുൻഹോ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, പക്ഷെ അവൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ ഉടനെ തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ജുൻഹോ കാണാനായിട്ട് പാർക്ക് ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട്. അപ്പൊ അസിസ്റ്റന്റ് ആണെങ്കിൽ ഞാൻ രാവിലെ ജുൻഹോനെ ചെന്ന് വിളിച്ചപ്പം അവൻ ഉണർന്നില്ല. ഒരുപാട് വിളിച്ചു നോക്കി. അല്ലാസ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നു. അത് മാത്രമല്ല അവന്റെ ആ ഗേൾഫ്രണ്ട് അവനെ ബ്രേക്കപ്പ് ചെയ്തു. ഇക്കാര്യം ജുൻഹോയ്ക്ക് അറിയത്തില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഇക്കാര്യം അവനോട് പറയണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം ബാക്കിയല്ല. ഇന്ന ഫയർ ഫൈറ്റർ സിനിമയുടെ പ്രൊമോഷൻ ഉണ്ട്, നീ അവനെയും കൂടെ ലൊക്കേഷനിൽ പോണം, ഡ്രസ്സൊക്കെ വരുന്ന പ്രോഗ്രാമാ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് പാർക്ക് അവിടുന്ന് പോകുന്നുണ്ട്. ആക്ച്വലി ഇപ്പം ജുൻഹോ ഓക്കെയാണ്. അടുത്ത സീനില് ആ പ്രൊമോഷന് വേണ്ടി യൂറി അവിടെ വരുന്നുണ്ട്. അവളെ ഇൻസ്പയർ ആയി എടുക്കുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ജുൻഹോനെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് അവൾ അവിടെ വന്നത്. ജുൻഹോക്ക് യൂറി എമർജൻസി സിറ്റുവേഷനിൽ എടുക്കേണ്ട കുറെ ട്രീറ്റ്മെന്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല. ജുൻഹോയെ സംബന്ധിച്ച് അവൻ അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കാതെ കോമഡി ആയിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ യൂറി ആണെങ്കിൽ എന്ത് കാര്യം ചെയ്താലും അതിലൊരു പെർഫെക്ഷൻ കണ്ടുപിടിക്കുന്ന ആളാണ്. അവർക്ക് ഇവൻ ഈ കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. ജുൻഹോ ആണെങ്കിൽ പ്രസ്സെല്ലാം പുറത്തു പോയതും അവന്റെ റിയൽ ക്യാരക്ടർ പുറത്തിറക്കാൻ തുടങ്ങി. ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്ന, എന്നെ കൊണ്ട് വയ്യെന്ന് പറയുമ്പോൾ യൂറി ആണെങ്കിൽ അവനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. അവൻ ഫോൺ എടുത്ത് അവന്റെ ഗേൾഫ്രണ്ടിനെ ഒരുപാട് വട്ടം വിളിക്കുന്നുണ്ടെങ്കിൽ ആ പെണ്ണ് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇവനെന്താ കോൾ അറ്റൻഡ് ചെയ്യാത്ത? അവന്റെ അസിസ്റ്റന്റിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ ഗേൾഫ്രണ്ടിന്റെ അസിസ്റ്റന്റ് നമ്പർ ഫോർവേഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ജുൻഹോ സീരിയസ് ആയി ബിഹേവ് ചെയ്യാതെ ചൈൽഡിഷായി ബിഹേവ് ചെയ്യുന്നുണ്ട്. യൂറി ആണെങ്കിൽ അവന്റെ ഫോൺ വാങ്ങി പുറത്തിറങ്ങുന്നുണ്ട്. ജുൻഹോ ആണെങ്കിൽ ഷോക്ക് ആവുന്നുണ്ട്, ഇവളെന്തിനാ എന്റെ ഫോൺ വാങ്ങിയെന്നും പറഞ്ഞ്. ഫോണും കൊണ്ട് പുറത്തു പോയി യൂറിയുടെ പുറകെ ചെന്ന് ജുൻഹോ അവന്റെ ഫോൺ ചോദിക്കുന്നുണ്ട്. ഞാൻ നിനക്ക് എത്ര സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു തന്നെന്നറിയാവോ, നീ എന്തിനിങ്ങനെ ചൈൽഡിഷായി ബിഹേവ് ചെയ്യുന്ന? എത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും ഇറ്റ്സ് ജസ്റ്റ് ആൻ ആക്ടിങ്, അത് കഴിഞ്ഞ് എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് ജുൻഹോ പറയുമ്പോൾ യൂറിക്ക് ഇത് കേട്ട് ടെൻഷൻ ആവുന്നുണ്ട്. അവന്റെ ഫോൺ വാങ്ങാൻ അടുത്തോട്ട് വരുമ്പോ യൂറി ആണെങ്കിൽ അവന്റെ കൈ തിരിച്ചു മടക്കി പിടിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് സോറി ചോദിക്കാൻ വേണ്ടി ജുൻഹോയോട് യൂറി പറയുമ്പോ ജുൻഹോ ആണെങ്കിൽ ചത്താണെങ്കിൽ സോറി വെക്കത്തില്ല. അപ്പൊ യൂറി ഒന്നും കൂടെ അവന്റെ കൈ തിരിച്ചു പിടിക്കുന്നുണ്ട്. എടി എടി എന്റെ കൈ വേദന എടുക്കുന്നത്, എന്നെ ഒന്ന് വീടെന്ന് പറഞ്ഞ് ജുൻഹോ കരയുമ്പം മര്യാദയ്ക്ക് സോറി ചോദിക്കാൻ യൂറി പറയുന്നുണ്ട്.
ലാസ്റ്റ് സോറി ചോദിച്ചുകൊണ്ടാണ് ജുൻഹോനെ യൂറി വെറുതെ വിടുന്നത്. ജുൻഹോ ആണെങ്കിൽ നിനക്ക് എത്ര ധൈര്യം ഉണ്ടാട്ടാ എന്നോട് ഇങ്ങനെ കാണിച്ചത്? ഞാൻ എത്ര വലിയ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റി ആണെന്നറിയാവോ? നിനക്കിട്ടുള്ള പണി ഞാൻ തരുമെന്ന് പറയുമ്പം യൂറി ആണെങ്കിൽ നീ എന്തെങ്കിലുമൊക്കെ കാണിക്കടാ ചെക്കാന്നും പറഞ്ഞ് അടുത്ത് പോകുന്നുണ്ട്. ജുൻഹോ ഓടി അവന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഹീറോയിനെ കൈ പിടിച്ച് തിരിച്ച് നീ ഒന്ന് നോക്കി അവിടെ വല്ല പാടും ഉണ്ടോന്ന്. അങ്ങനെ അസിസ്റ്റന്റ് നോക്കാൻ നേരം അവിടെ വലിയൊരു പാട് തന്നെ കിടപ്പുണ്ട്. എടാ അവൾ ഇത്രയ്ക്ക് നന്നായിട്ട് നിന്റെ കൈ പിടിച്ച് തിരിച്ചോ? ഇത് എന്തൊക്കെയായാലും ചോദിച്ചേ പറ്റുമെന്ന് പറഞ്ഞ അസിസ്റ്റന്റ് യൂറി കാണാൻ വേണ്ടി പോകുന്നുണ്ട്. എടാ നീ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തേ, നിനക്ക് എന്റെ ഗേൾ ഫ്രണ്ടിന്റെ അസിസ്റ്റന്റിന്റെ നമ്പർ കിട്ടിയായിരുന്നോ? എനിക്കൊന്ന് പറഞ്ഞു തന്നിട്ട് പോടാ. കൊച്ചി എത്ര ബഹളം വെച്ചിട്ടും അസിസ്റ്റന്റ് ആണെങ്കിൽ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ അവിടുന്ന് പോകുന്നുണ്ട്. ഇനി എന്തൊക്കെയായാലും നമ്മൾ അതിന്റെ നമ്പർ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് അവൻ കാറി കയറി ഇരിപ്പുണ്ട്. ഇവിടെ അതേസമയം പാർക്കാണെങ്കിൽ ജുൻഹോയെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ വന്ന് അവിടുത്തെ ഡോക്ടറിനെ കാണുന്നുണ്ട്. ഡോക്ടർ ആണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ പോവാ, മനസ്സ് സ്ട്രോങ് ആയിട്ട് വെച്ചിട്ട് നിങ്ങൾ ഈ കാര്യം കേൾക്കണം, ടെൻഷൻ അടിക്കരുത്. എന്താന്ന് ചോദിക്കാൻ നേരം നമ്മളെ ജുൻഹോയ്ക്ക് ഹാർട്ടില് ക്യാൻസർ ആണ്. ഇത് കേട്ടത് പാർക്ക് നന്നായിട്ട് തകർന്നു പോകുന്നുണ്ട്. നിങ്ങൾ എന്തോ ഈ പറയുന്ന? അതെ, ജുൻഹോയ്ക്ക് ക്യാൻസർ ആണ്. കൂടിപ്പോയ 3 മാസത്തെ അവൻ ജീവിച്ചിരിക്കത്തുള്ളൂ. ഇതിനൊരു ട്രീറ്റ്മെന്റും ഇല്ല. അതുകൊണ്ട് അവനെ ഹാപ്പി ആയിട്ട് വെക്കാൻ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യണം. അവന്റെ ആഗ്രഹങ്ങളൊക്കെ മാക്സിമം നടത്തി കൊടുക്കാൻ നോക്ക്. നമ്മുടെ ജുൻഹോയുടെ ആഗ്രഹം എന്തോ അവന്റെ ലവറിന്റെ കൂടെ ചേർന്ന് ആ ഹിസ്റ്റോറിക് ഡ്രാമ ആക്ട് ചെയ്യണം. പാർക്കാണെങ്കിൽ അവന്റെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് കിമ്മിന് പകരം ജുൻഹോയെ ആ ഡ്രാമയിൽ കാസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നിട്ട് പാർക്ക് നമ്മുടെ ജുൻഹോയുടെ സിറ്റുവേഷൻ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ജുൻഹോയുടെ കയ്യിൽ ആ മാർക്കല്ല ക്യാൻസറിന്റെ സിംറ്റംസ് ആയിരുന്നു. ഇവിടെ അതേസമയം കാറിൽ ഇരിക്കുന്ന ജുൻഹോ പെട്ടെന്ന് ബോധം കിട്ടി വീഴുന്നുണ്ട്. കാറിലെ ഹാൻഡ് ബ്രേക്ക് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ കാർ മുന്നോട്ട് മൂവ് ആവാൻ തുടങ്ങുന്നുണ്ട്. അത് ഹോൺ അടിച്ചുകൊണ്ട്. ഈ ഒരു കാര്യം അസിസ്റ്റന്റ് നോട്ട് ചെയ്യുന്നുണ്ട്, നമ്മളെ ഹീറോയിനും നോട്ട് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും പെട്ടെന്ന് ഞെട്ടുന്നുണ്ട്. യൂറി അസിസ്റ്റന്റ് ഓടി ജുൻഹോയുടെ അടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ ആ കാറ് വെള്ളത്തിൽ വീഴുന്നുണ്ട്. അത് കാണുന്ന യൂറി ഒരു മിനിറ്റ് പോലും ചിന്തിക്കാതെ വെള്ളത്തിലോട്ട് എടുത്തു ചാടി നീന്തി ചെന്ന് ജുൻഹോയെ എങ്ങനെയൊക്കെ കാറിൽ നിന്ന് പുറത്തിറക്കി മേലോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. തിരിച്ച് നീന്തി കയറാൻ നോക്കുന്ന യൂറിയുടെ കാല് കാറിൽ എവിടെ കുടുങ്ങുന്നുണ്ട്. അവൾ ഇങ്ങനെയൊക്കെ കാല് പുറത്തിറക്കി മേലോട്ട് നീന്തി പോകാൻ നേരം അവളുടെ ബോധം പോകുന്നുണ്ട്. യൂറി ഇനി എന്തോ ചെയ്യുന്നു നമ്മൾ ചിന്തിക്കുന്ന ടൈമില് അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ദോഹയുടെ ആത്മാവ് വരുന്നുണ്ട്. അവളെ കിസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടൈമില് യൂറിയാണെങ്കിൽ ഹാനയും ദോഹയും തമ്മിലുള്ള ഒരുപാട് നല്ല മൊമെന്റ്സ് സ്വപ്നം കാണുന്നുണ്ട്. അത് കണ്ടത് പെട്ടെന്ന് യൂറിക്ക് ബോധം വരുന്നുണ്ട്. മേലിൽ നീന്തി വരുന്ന യൂറി കാണുന്നത് ജുൻഹോയ്ക്ക് എല്ലാവരും കൂടെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതാണ്. അവരെല്ലാരും ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് ജുൻഹോയ്ക്ക് ഒന്നും വരാതിരിക്കാൻ. യൂറി ഓടി അവന്റെ അടുത്ത് ചെന്ന് ഒരുപാട് കരയുന്നുണ്ട്, നിനക്കൊന്നും വരത്തില്ലെന്നും പറഞ്ഞ്. കാരണം അവളൊരു ഫയർ ഫൈറ്റർ അല്ലേ, അവളെ രക്ഷിക്കുന്ന ഓരോ ജീവന് അവൾ അത്രയ്ക്ക് വില നൽകുന്നുണ്ട്. അവരൊക്കെ ഒരുപാട് ട്രൈ ചെയ്തിട്ടും ജുൻഹോയെ രക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് യൂറി തകർന്നു പോകുന്നുണ്ട്. അവളും ആ സ്പോട്ടിൽ തന്നെ ബോധം കിട്ടി വരുന്നുണ്ട്. അങ്ങനെ യൂറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിക്ക് യൂറിയുടെ കൈ അറിയാതെ ജുൻഹോന്റെ കയ്യിൽ ടച്ച് ആവുന്നുണ്ട്. അങ്ങനെ നമ്മളെ യൂറിയുടെ കൈ ജുൻഹോയുടെ ബോഡിയിൽ ടച്ച് ആയതുകൊണ്ട് തന്നെ മോർച്ചറി വെച്ചിരുന്ന ജുൻഹോയുടെ ബോഡിക്ക് പെട്ടെന്ന് ജീവൻ വരുന്നുണ്ട്. അതെ, നമ്മളെ ജുൻഹോയുടെ ബോഡിലേക്ക് ദോഹയുടെ ആത്മാവ് കയറുന്നുണ്ട്. 1500 വർഷമായിട്ട് ദോഹയുടെ ആത്മാവ് വെയിറ്റ് ചെയ്ത മൊമെന്റ്. അവന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി ഒരു മനുഷ്യന്റെ ബോഡി അവന് ആവശ്യമുണ്ടായിരുന്നു. ദോഹയുടെ ആത്മാവ് 1500 വർഷമായിട്ടുള്ള ഹാനയോടുള്ള പക ഹാനയുടെ പുനർജന്മമായ യൂറിയുടെ എങ്ങനെ തീർക്കുന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ടാറ്റാ, ബൈ ബൈ.